ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഷാദിസ് ഖാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വന്നത്, അപ്പോൾ എടുത്തതാണ്. അപ്പോൾ റിഫു ഞാനും കൂടെ വന്നിട്ടോ. റിഫു അന്ന് ഓളെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ തിരിച്ചോടെ എത്തിയിട്ടോ. അത് പിന്നെ അന്ന് 10 ദിവസം പെരുന്നാളിൻ്റെ ഒരു 10 ദിവസം മുന്നേ ഞാൻ എടുത്തതാണ് കേട്ടത്. അപ്പോൾ ഓളെ കൂടെ വന്നു, ഓളെ കൂടെ വണ്ടിമ്പോൾ പോയിങ്ങാണ്ട് എടുത്തതാണ്. നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ചാണ് വണ്ടിമ്പോൾ പോകണം. നടന്നൊക്കെ പോവലുണ്ട് ഞാൻ. റിഫുണ്ടായപ്പോൾ പിന്നെ ഓളെ കൂടെ വണ്ടിമ്പോൾ പോയി. അപ്പോൾ അന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലിടയിലൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കോട്ടൺ ചുരിദാർ ബിറ്റും ഒരു കുളിച്ച് മാറ്റാൻ പറ്റിയ ഒരു 690 ഇതും ഒരു മാക്സി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹെവി ആയതൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് കല്യാണമുണ്ട്. മുത്തുവിൻ്റെ കല്യാണമാണ് 6-ാം തീയതി. മുത്തു വരാമെന്ന് എൻ്റെ വീഡിയോ കാണാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയും. കാക്കൻ്റെ 3ാമത്തെ പെങ്ങളെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓളെ കല്യാണമുണ്ട്. അപ്പോൾ ഓളെ കല്യാണത്തിന് ഒരു ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഞാൻ ഇത് വേണം എടുത്തത്. ഇനി പിന്നെ അങ്ങനെ ഒരു ദിവസം പെരുന്നാൾ മുന്നേ തന്നെ പോയി എടുക്കാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പെരുന്നാൾ മുന്നേ തന്നെ എടുത്തോളൂ, അല്ല ഞാൻ ഈ പിന്നെ ഡ്രസ്സൊക്കെ തെരുവാകും, പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞാലെന്നൊക്കെ പറഞ്ഞു. അപ്പം പെരുന്നാളിന് മുന്നേ പോകാമെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷെ നടന്നില്ല കേട്ടോ. പോയി ഇനി കിട്ടിയിട്ടില്ല. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ 2 ദിവസം കഴിഞ്ഞാലൊക്കെ സ്റ്റോക്ക് ഇറങ്ങും എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പം നമുക്ക് പോകണം. അപ്പം അങ്ങനെ എടുത്ത് പോന്ന്. എന്നെ പിന്നെ കാണിക്കുന്നത് ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കാണിക്കുന്നത് തലേ ദിവസം രാത്രിയാണ്. ഞാൻ ഇപ്രാവശ്യം ഇവിടെ കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ഉണ്ടാക്കലില്ല. ഞാനും മനുവൊക്കെ പിന്നെ ഞാനും മനു മാത്രമല്ലേ ഉണ്ടാകാറുള്ളൂ എല്ലാ പെരുന്നാളിനും. റിഫും കുട്ടികളും എത്ര ഇവിടെ നിന്നാലും പെരുന്നാളിനും പോലെ അങ്ങോട്ട് പോകുമല്ലോ. അപ്പം പിന്നെ ഉമ്മ എപ്പോഴും അങ്ങോട്ട് വിളിക്കലാണ്. ഇങ്ങോട്ട് പോരി, നിങ്ങളിപ്പോൾ അവിടെ അതിനായിട്ട് ഉണ്ടാക്കണ്ടല്ലോ, അങ്ങോട്ട് പോരിയെന്ന് പറയലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകലാണ്. 90% എൻ്റെ വീട്ടിലാണ് പെരുന്നാളിൻ്റെ ഫുഡ് ഉണ്ടായാലും. ചില ദിവസമൊക്കെ കാക്കൻ്റെ പെങ്ങളോട് അങ്ങനെ 1-2 വട്ടമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ പെരുന്നാൾ കൂടൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും പോകാണ്ടെങ്കിൽ അങ്ങനെ പോവുകയൊക്കെ ചെയ്യൽ. അപ്പം പിന്നെ മനുവിൻ്റെ ഫ്രണ്ട്സ് വരുന്നതുകൊണ്ടാണ് ഇപ്പം ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഇവിടെ തന്നെ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കാണ്. അപ്പോൾ ഞാൻ ഹൈദരാബാദ് ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആ ഉള്ളി പൊരിച്ചെടുക്കലാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റായി നിൽക്കുന്ന കാര്യം. അപ്പോൾ അത് ഞാൻ പൊരിച്ചിങ്ങനെ എടുക്കാൻ ഇട്ടാൽ അത് ആദ്യം പൊരിച്ചിട്ടാണ് നമുക്കിത് ചിക്കൻ കുഴച്ച് വെക്കാൻ. അപ്പോൾ ഞാൻ 6 ഉള്ളിയാണ് എടുത്തത്. 1.5 കിലോന് ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കന്. അപ്പോൾ അതിനനുസരിച്ച് 6 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് അതൊക്കെ ഒന്ന് പൊരിച്ചിങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈയും ചെയ്യുന്നുണ്ട്. പിന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ച്. പലഹാരങ്ങളൊന്നും പ്രാവശ്യം ഉണ്ടാക്കണില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ പലഹാരങ്ങളൊക്കെ അങ്ങനല്ല, എല്ലാ പ്രാവശ്യമല്ല, ചെറിയനാളിന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. വലിയനാളിന് അങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ അയൽവക്കത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലഹാരം ഉണ്ടാക്കൽ. പിന്നെ വലിയനാളിന് ഉണ്ടാക്കലില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനത്തെ പണിയാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം വേണം. നമ്മൾ പലഹാരപ്പണികളാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇത് പിന്നെ ഇങ്ങനത്തെ പണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി 2 ഭാഗം ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. മനു ഓഫീസിൽ നിന്നൊക്കെ വന്നാൽ സാധനങ്ങളും ചിക്കനൊക്കെ വാങ്ങി തന്നീനി. ചിക്കൻ ഓർഡർ എടുത്ത് പോയി. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി തന്നി. ചിക്കൻ പിന്നെ ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ തന്നെയാണ്, ഞങ്ങളടുത്ത് തന്നെയാണ് ചിക്കൻ്റെ കട. അപ്പോൾ അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഇനി ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കോൺഫ്ലവറും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോഴിമുട്ട, തൈര്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് പിന്നെ കുഴച്ച് വെക്കാം കേട്ടോ. ഞാനിങ്ങനെ അധികം കോൺഫ്ലവർ ഇട്ട് തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യൽ കേട്ടോ. നമുക്ക് ഇനി കുട്ടികളെ കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിൽ ചെറുത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തേക്കും. നമുക്ക് ഇനി എല്ലാവർക്കും ഇതാക്കുകയാണെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലൊക്കെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ തേച്ചിങ്ങാണ്ട് ഇതാ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പണി നോക്കണ്ടല്ലോ, ഇനി രാവിലെ നോക്കിയാൽ മതി. അങ്ങനെ പിന്നെ മറ്റേ ബിരിയാണിക്കുള്ള ചിക്കന് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി പൊടിച്ച ഉള്ളി, ചപ്പ്, പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെന്തേനി പൊടികളൊക്കെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, ഇത്തിരി കാശ്മീർ ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല മതി ഇട്ടു. ഇതിലേക്ക് നമ്മൾ ബിരിയാണി മസാല വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഗരം മസാല കുറവേനി. അപ്പോൾ ഞാൻ അതിട്ട് കുറച്ചൊരു അതിട്ട് പിന്നെ 2 പട്ട, പൂവ്, 2 ഏലക്കായ് ഇതൊക്കെ ഇട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഉള്ളി പൊരിച്ച ഓയിലുണ്ടല്ലോ, അതും 1 സ്പൂൺ നെയ്യൊക്കെ ഉപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നല്ല തൈരും ചേർത്തണേ. പിന്നെ അതൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നല്ലൊന്ന് കുഴച്ച് ഇതാക്കി വെക്കണം കേട്ടോ. ഇത് ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ സാധാ ഇതിൽ തന്നെ, അല്ലെങ്കിൽ നേരെ ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ മറ്റേ ബിരിയാണിൻ്റെ മാതിരി പെട്ടെന്ന് ആക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളി പൊരിച്ചതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ ഇറച്ചി മിൽക്ക് ഇത് പിടിക്കുകയുള്ളൂ. നല്ല ടേസ്റ്റ് വരെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിൻ്റെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകി പിന്നെ കൗണ്ടർ ടോപ്പ് ഇതൊക്കെ തുടച്ചൊക്കെ എടുക്കുകയാണ്. പണികളൊക്കെ കഴിഞ്ഞിന്. ഇനി ഒരു 11:30 ആയിട്ടപ്പം പിന്നെ 11:30 ആവാനായിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞാണ്ട് പോയി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാക്കി രാവിലെ നോക്കിയാൽ മതിയല്ലോ. മെയിനായിട്ടുള്ളതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ രാവിലെ ചോറ് തിളപ്പിക്കുക, പായസം വെക്കൽ, അങ്ങനത്തെ ഒക്കെ പണിയാണ്. അങ്ങനെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പോയി കിടന്ന്
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഡ്രസ്സിൻ്റെ കാര്യങ്ങളോ വിശേഷങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ആക്കണേ. പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. എൻ്റെ ട്രൈപ്പോഡ് പൊട്ടിക്കണ്. അതുകൊണ്ടും പിന്നെ വ്യൂസല്ല ഈ വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞപ്പോൾ അതൊരു ചടപ്പായിട്ടോ. അങ്ങനെ കിടന്നൊക്കെ നീറ്റ് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി അടുക്കളയൊക്കെ എത്തിയത് ഇപ്പോൾ രാവിലെയാണ്. ഞാൻ പിന്നെ സുബി നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളയ്ക്ക് വരികയാണ്. ഇനി വന്നിട്ട് വേഗം പണി നോക്കാമെന്ന് വെച്ചാൽ അപ്പം നീറ്റ് പാടന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിന്. എന്താ പറയുക, ചിക്കനൊക്കെ ഇതാക്കി വെച്ചിനല്ലോ, കുഴച്ച് വെച്ചതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിനെ. അങ്ങനെ ഞാൻ അടുപ്പിലാണ് ആക്കണത്. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിയതാ വെച്ചിക്കണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ബിരിയാണി പോട്ട് ഉണ്ട് ഇവിടെ, അതിലാണ് ഞാൻ ആക്കിയത്. അതിൻ്റെ ലിഡിൻ്റെ അത് പൊട്ടീന് കേട്ടോ പിടുത്തം. അപ്പം പിന്നെ ഇതിലാക്കി വേവിച്ചിട്ട് പിന്നെ വലിയ ബിരിയാണി പോട്ടുണ്ട് അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് ഇതിലാണ് ഞാൻ കുഴച്ച് വെച്ചത്. അതിൽ തന്നെ ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ട്രൈപ്പോഡ് പൊട്ടിയാണ് ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതും ഇടാത്തതൊക്കെ. ഒരു പകുതി 50% ട്രൈപ്പോഡ് ഇല്ലാത്തതുകൊണ്ടാണ്. 50% മടിയൊക്കെ കുടുങ്ങിപ്പോയി. ഇൻട്രസ്റ്റ് ആണ് പോയപ്പോൾ അതൊക്കെ ഇതായിപ്പോയിട്ട്. അതുകൊണ്ട് കൈ കൊണ്ട് പിടിച്ച് കൈയിനെ മാറിയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട്. അതിൻ്റെ അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തൊരു അബദ്ധം സംഭവിച്ചു. ഞാൻ വന്ന പെണ്ണ് ആദ്യം അരി ഉണ്ട് വെള്ളത്തിലിട്ട് ഒന്നും നോക്കാതെ ചെയ്താൽ അത് പെട്ടെന്ന് ഓർമ്മ ഇതൊന്ന് വേവിച്ച് വെള്ളം തിളയ്ക്കണ്ടേ. അപ്പോൾ അതിന് ടൈമൊക്കെ കണ്ടുവെത്തിയിട്ട് വേണ്ടി ഞാൻ ചെയ്യാൻ ഞാൻ ഇതൊന്ന് വേവിച്ചിട്ട് പിന്നെ ചെമ്പ് വെള്ളം വെച്ച് ചോറ് തിളപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നൻ്റെ ശേഷമാണ് അരി വെള്ളത്തിട്ടതിന് ശേഷമാണ് തീ പിടിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നൊരു 10 മിനിറ്റ് വെന്തിട്ട് ഇത് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇറക്കിയിട്ട് ചെമ്പ് വെച്ചിട്ട് നമുക്ക് പിന്നെ ചോറ് തിളപ്പിച്ചിട്ടാന്ന് വിചാരിച്ചു. അപ്പം ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചാൽ ഞാൻ കെറ്റിലെടുത്താണ്. കെറ്റിൽ രണ്ട് ട്രിപ്പാക്കി കണ്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് തിളച്ചോളല്ലോ. അപ്പോൾ അത് സമയം 40 മിനിറ്റൊക്കെ അരി നിന്നിട്ടോ. ഞാനൊരു അരമണിക്കൂറാണ് വെക്കാറുള്ളത്. 3/4 മണിക്കൂർ 40 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല. 1 മണിക്കൂറിലേറെ എന്തായാലും പറ്റൂല. പിന്നെ അപ്പം വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വെള്ളം വേറെ വെച്ചിട്ടുണ്ടേ. എന്താ പിന്നെ ചിക്കനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. വെന്തിന് കേട്ടോ ഇറച്ചി. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചതല്ലേ, അതുകൊണ്ട് നല്ല സോഫ്റ്റായൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വെന്തൊക്കെ ചെയ്തിക്കണ്. അപ്പം ഇനി അതവിടെ മാറ്റി വെച്ചാട്ടെ. ഇനി അരിയൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് പിന്നെ ആദ്യത്തേത് ഒഴിച്ചു കൊടുത്തു. രണ്ടാമത് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ പെട്ടെന്ന് വെള്ളം തിളച്ചോളൂ. പിന്നെ ഞാൻ അതിൽ ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, കുറച്ച് വിനാഗിരി ഒക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ചോറ് ഇങ്ങനെ തമ്മിൽ ഒട്ടാതെ വെക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ അരിയൊക്കെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം പിന്നെ സൈഡിൻ്റെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഊറ്റി കഴിഞ്ഞതിന് ശേഷം ചോറ് ദമ്മിടുകയാണ്. പിന്നെ ദമ്മൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുഴുവൻ എനിക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഈ പോട്ടിന് ഒരു 2 തട്ടാണ്. ഉള്ളിലൊരു അലുമിനിയത്തിൻ്റെ തട്ടും പുറത്തൊരു സ്റ്റീലിൻ്റെ തട്ടുമാണ്. എന്നിട്ട് ടൈമിൽ ഞാൻ പിന്നെ നമ്മൾ ഇഞ്ചൊക്കെ കുത്തുന്ന ഉരലുണ്ടല്ലോ അത് കമിഴ്ത്തി വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് അമർന്ന് നിന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ അത് ആക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പായസം ഉണ്ടാക്കാൻ നോക്കി. അപ്പം പാൽ തിളപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ സേമിയ ഞാൻ മറ്റേ അടുപ്പിൽ വറുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേക്ക് ഒരു അമളി പറ്റിയൊരു പേടിയാണ്, പാല് പിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം സേമിയ വറുത്തിട്ട് പാൽ ഒഴിക്കില്ല. സ്ഥിരം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. ഇപ്പോൾ അടുത്തൊരിക്കൽ വെക്കുമ്പോൾ പാലുകൊണ്ട് പിരിഞ്ഞുപോയി. അപ്പം പിന്നെ എനിക്ക് ഒരു സദ്യ ഉണ്ടാക്കിയ സീലൊക്കെ നന്ന് കഴിഞ്ഞിട്ടത്. അപ്പം പിന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഇനി പാല് രണ്ടും കേടരണ്ട, സേമിയെങ്കിലും കിട്ടിക്കോളല്ലോ പാല് കേടെന്നാലും വെച്ചപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ മനു പിന്നെ പള്ളിയിൽ പോകുകയാണ് കേട്ടോ. ഇന്ന് പിന്നെ എൻ്റെ അളിങ്കാക്കൻ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ അതും ഓരെ കൂട്ടാൻ പോകാനുണ്ട്. അപ്പോൾ മോൻ്റെയും ഇപ്പച്ചിനൊക്കെ കബർമുറത്തൊക്കെ പോകാനുണ്ടോ എനിക്ക്. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ഒന്നായിട്ട് ഇറങ്ങിയതാണ്. മഴ ആയതുകൊണ്ട് കാറെടുത്താണ് പോണത്. അങ്ങനെ പിന്നെ ഓൻ പോയി. എന്നതിൻ്റെ ശേഷം ഞാനും ഇനി കുളിച്ചൊക്കെ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു പഴയ മാക്സിട്ടാണ് കുളിച്ച് വന്നത്. അപ്പം നിസ്കരിക്കാനല്ലോ, അപ്പം കൂടിയിട്ടല്ല നിസ്കരിക്കുക. അപ്പോൾ അതിന് വേണ്ടി ചുരിദാർ മാക്സി എടുത്ത് വെച്ചാൽ ഞാൻ പിന്നെ ചുരിദാറിന് ഇട്ടിട്ട് മാക്സിടാണോ ചുരിദാറിനാണോ വിചാരിച്ചിങ്ങാണ്ട് പിന്നെ ചുരിദാർ തന്നെ ഇട്ട് മാക്സി ഇട്ടിട്ടില്ല ഇതുവരെ. അതൊക്കെ ഇട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് മനുവിൻ്റെ മോനെ എന്നൊക്കെ പറയും, എൻ്റെ മോനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇപ്പോൾ ഞാൻ മോനെ പിന്നെ എൻ്റെ അടുത്ത് പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞ്. എന്നാലും ഓൻ്റെ വിളിക്കൽ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോ കേട്ടോ. മക്കളൊക്കെ അവൻ്റെ പേര് വിളിച്ചോ. മനുവിനും ചിലപ്പം അഫുലോന്ന് വിളിച്ചു പോകും. അവൻ്റെ ഇപ്പോഴും വിളിച്ചു പോകും. അതൊന്നും മാർക്ക് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ മനുവിൻ്റെ ഫ്രണ്ട്സ്, ഇവിടെ ഉള്ള ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്ക് പായസമൊന്നും വേണ്ടായിരുന്നു. ഓര് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് പോയി. അപ്പോൾ പോകുമ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അതിന് ഓര് കളിയാക്കുന്നുണ്ട്. ഓർക്കാരെ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ വരാനുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, ഹൈസ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സാണ് വരാനുള്ള. അപ്പോൾ ഓര് എത്തിയിട്ടുണ്ട്. ഒരു 12:30-1 മണിയുടെ ഇടയിൽ ഓര് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്ക് പായസമേ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പിന്നെ ചിക്കനൊക്കെ പൊരിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്.
അവനെ കുറിച്ച് വർത്താനൊക്കെ പറയുമ്പോൾ തന്നെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ അച്ചാർ വാങ്ങണ വെച്ചാൽ മറന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങ ഒക്കെ പൊളിച്ച് ഒരു ചമ്മന്തിയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. ചമ്മന്തി അങ്ങനെ ചമ്മന്തിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കച്ചറ നടക്കുന്നുണ്ട് കേട്ടോ മക്കൾ. ഞാൻ വോയിസ് കൊടുക്കുന്നത് ശരിക്കും രാവിലെയാണ്. ഇവർ നീക്കുന്നതിന് മുന്നെയാണ് കൊടുക്കാറുള്ളത്. ഇന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ മറന്നുപോയി. പിന്നെ ഒക്കെ മനുക്കെ പോയതിൻ്റെ ശേഷമാണ് എഡിറ്റൊക്കെ ചെയ്തത്. അപ്പോൾ വോയിസ് കൊടുക്കുന്നത് കുറേ നേരമായിട്ട് കൊടുക്കുന്നത്. ഒരു ഭാഗം 3 കൊടുത്ത് കഴിഞ്ഞ് തൽക്കാലം നിർത്തിച്ചിപ്പോൾ രണ്ടാമത് തുടങ്ങാണ്. അതിലിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വോയിസ് കൊടുക്കുന്നത്. വോയിസ് കൊടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. എഡിറ്റൊക്കെ ചെയ്ത് വെച്ചാലും വോയിസ് കൊടുക്കുന്നതാണ് ഭയങ്കര പാട്. അങ്ങനെ മക്കൾ അവിടെ ഇന്ന് ഇതാക്കി. ഞാൻ ചമ്മന്തിയൊക്കെ പൊരിച്ച് ചിക്കനൊക്കെ പൊരിച്ച് വെച്ചാണ്ട് ചോറൊക്കെ ഇതാണ്. ഞാൻ രാവിലെ തന്നെ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ദമ്മിട്ട് കഴിഞ്ഞു. അപ്പം വല്ലാതെ ചൂടൊന്നും ഇല്ല കേട്ടോ. അടുപ്പത്തായതുകൊണ്ട് പിന്നെ കുറച്ചെങ്കിലും ഉണ്ട്. ഗ്യാസ്മേലാണെങ്കിൽ ആ ചൂടും ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ വിളമ്പി വെക്കണം. മനോരോ പാത്രവും കയ്യിൽ പാത്രവും ഗ്ലാസും വെള്ളം അങ്ങനത്തെ ഒക്കെ എടുത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കുള്ള എൻ്റെ പാത്രമൊക്കെ ഓനിങ്ങനെ എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കൾക്ക് നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പിന്നെ മക്കൾ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ചോറിനൊക്കെ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ്, മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. ഓരോ എനിക്കറിയട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതൊക്കെയാണ്. അവർക്ക് നല്ല എനിക്കറിയാം എല്ലാവരെയും. പിന്നെ അങ്ങനെ ഇതൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ ഇനി വീഡിയോസൊക്കെ ഞാൻ ഇടണം എന്നാണ് തന്നെ വിചാരിക്കുന്നത്. എൻ്റെ ട്രൈപ്പോഡിനൊരു പരിഹാരം കാണും. ഇക്കാക്ക ട്രൈപ്പോഡോടെ വാങ്ങിക്കണേ. ഇക്കാക്ക വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. കാക്ക കുറച്ചൊക്കെ ചെയ്തിന് കേട്ടോ. പിന്നെ നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ കാക്ക ഫോണൊക്കെ മാറ്റിക്കണ്. അപ്പം ഇനി ആ ട്രൈപ്പോഡ് വെച്ചിട്ടും ചെയ്യാമല്ലോ. പിന്നെ അതുമല്ല കാക്ക വരുന്നുണ്ട്. പിന്നെ കാക്ക 5-ാം തീയതി രാവിലെ എത്തും. 4-ാം തീയതി രാത്രി കയറി 5-ാം തീയതി രാവിലെ എത്തും. മുത്തുൻ്റെ കല്യാണമാണ് 6-ാം തീയതി അതിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഇനി ഇൻഷാ അല്ലാ ആ വ്ളോഗും കാക്ക വരുന്ന വ്ളോഗും അതുപോലെ കല്യാണത്തിൻ്റെ ഓരോ വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന വിജയിപ്പിക്കുക. ഇതിൽ നിന്ന് ഇങ്ങനെ പിന്മാറാൻ തോന്നണില്ല. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം എന്നൊക്കെ ഒരു വാശി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മടിയുണ്ട്. അങ്ങനെ ചോറൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓരെ വിളിച്ചാണ്ട് ഇരുത്തിച്ചോന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. മരുവനും വരുന്നുണ്ട്. പിന്നെ റിഫുൻ്റെ പുതിയാപ്പിളയും വരുന്നുണ്ട്. ഓരൊക്കെ റിഫുൻ്റെ മൂത്തച്ഛൻ്റെ മോളെ കല്യാണം പിറ്റത്തെ ശനിയാഴ്ച 13-ാം തീയതിയാണ്. അപ്പോൾ അതിലേക്ക് ഓലും വരുന്നുണ്ട്. പിന്നെ ഈ കല്യാണം കൂടാതെ അതുപോലെ അവർക്ക് ഒരാളാമൻ്റെ മോളെ കല്യാണം ഉണ്ട് ഈ ദിവസം തന്നെ. അപ്പോൾ അതിലൊക്കെ കൂടാൻ വേണ്ടി മരുവനും രണ്ടാളും ഒരു ഫ്ലൈറ്റിൽ ഒപ്പരാണ് കേട്ടോ വരുന്നത്. പിന്നെ അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ ഒരു പോവാൻ നിൽക്കുകയാണ്. ഇത്ര ഉള്ള വീഡിയോ പിന്നുള്ളതൊന്നും എടുത്തില്ല. പിന്നെ റിഫു വന്ന് എൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടേനി. അതൊന്നും എടുത്തിട്ടില്ല. പിന്നൊക്കെ മടിയായി മറന്നുപോയി. അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ടില്ല. അപ്പോൾ അത്ര ഉള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.